സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമെന്നുമെന്നുമനന്യനെ വന്ദനം വന്ദനമേ. വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ പഠിപ്പിക്കലിന്റെയും ശുശ്രൂഷയുടെയും ശ്രദ്ധ ദൈവരാജ്യം കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം, രാജ്യം എന്നീ പദപ്രയോഗങ്ങൾ സുവിശേഷങ്ങളിൽ ഉടനീളം കാണുവാൻ കഴിയും. കൂടാതെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളുടെ വിവരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത്. യേശു കർത്താവും പ്രസംഗിച്ചു തുടങ്ങിയത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുമ്പേ നാം അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യവും നീതിയുമാണെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കേണമേ എന്ന് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഈ ദൈവരാജ്യം എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തിരുവെഴുത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദൈവരാജ്യം എന്ന ആശയം വ്യത്യസ്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. 103-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ദൈവരാജ്യം പ്രപഞ്ചത്തിന്മേലുള്ള നിത്യനും പരമാധികാരിയുമായ ദൈവത്തിന്റെ ഭരണമാണ്. ബൈബിളിൽ രാജ്യമെന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം ദൈവത്തിന്റെ രാജകീയ ഭരണം, അവിടുത്തെ വാഴ്ച, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ കർത്തൃത്വം, അവിടുത്തെ പരമാധികാര ഭരണം എന്നാകുന്നു. ദൈവരാജ്യത്തെ ബൈബിളിൽ സ്വർഗരാജ്യം എന്ന് വിളിച്ചിരിക്കുന്നു. കാരണം അത് ഭരണം നടത്തുന്നത് സ്വർഗത്തിൽ നിന്നാകുന്നു. പുനരുത്ഥാനത്തിന് ശേഷം മത്തായി 28:18 യേശു പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. ദൈവം നിയമിച്ച മശിഹ ഭരിക്കുന്ന രാജ്യമാണിത്. ഈ രാജ്യത്തിന്റെ പ്രത്യേകതകളാണ് നാം വായിച്ച വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ ഭക്ഷണപാനീയങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിറഞ്ഞ രാജ്യം. ഈ രാജ്യത്തിലെ പ്രജകൾ ആരായിരിക്കും? യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരുപോലെ പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. യേശു കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞു. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അന്യായം ചെയ്യുന്നവർ, ജഡികന്മാർ, ദുർനടപ്പുകാർ, മാംസരക്തങ്ങൾ ഇവരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പിന്നെ ആർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർക്ക്, ശിശുക്കളെ പോലെ ആയി വരുന്നവർക്ക്, നീതിമാന്മാരായവർക്ക്, വീണ്ടും ജനനം പ്രാപിച്ചവർക്ക്, ദൈവത്തെയും അവന്റെ നീതിയെയും ആദ്യം അന്വേഷിക്കുന്നവർക്ക്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നവർക്ക്, ഇങ്ങനെയുള്ള ദൈവരാജ്യത്തിന്റെ ഈ പ്രജകൾ ഈ ലോകത്തിലും പരലോകത്തിലും അനുഭവിക്കുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ.
എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ദൈവരാജ്യത്തിൻ്റെ പ്രജകളായിത്തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, രാജാധിരാജാവൂ നീ, എന്നും കർത്താധി കർത്താവൂ നീ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ.